നാം ജീവിക്കുന്ന ആധുനിക ലോകം സഞ്ചാരത്തിന്റെ ലോകമാണ്. ഭൂമിയുടെ ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്തേക്ക് മണിക്കൂറുകൾക്കുള്ളിൽ പറന്നെത്താൻ വിമാനയാത്ര നമ്മെ സഹായിക്കുന്നു. ഒരു രാജ്യത്തിന്റെ വ്യാവസായിക വളർച്ചയുടെയും വിനോദസഞ്ചാരത്തിന്റെയും നട്ടെല്ലാണ് വിമാനത്താവളങ്ങൾ. എന്നിട്ടും ലോക ഭൂപടത്തിൽ ആഗോള വ്യോമയാന ശൃംഖലയ്ക്ക് ഇന്നും തൊടാൻ കഴിയാത്ത ചില കോണുകളുണ്ട്. ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളികൾ, സ്ഥലപരിമിതി, ചരിത്രപരമായ കാരണങ്ങൾ, അല്ലെങ്കിൽ ജീവിത രീതികളോടുള്ള പ്രതിബദ്ധത എന്നിവയാൽ ഇന്നും ഒരു വിമാനത്താവളം പോലും സ്വന്തമായി ഇല്ലാത്ത 6 കൊച്ചു രാജ്യങ്ങൾ. ഇവ വെറുമൊരു കൗതുകമല്ല, മറിച്ച് മനുഷ്യന്റെ നിർമ്മാണ വൈദഗ്ധ്യത്തെ പോലും വെല്ലുവിളിക്കുന്ന പ്രകൃതിയുടെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. ഫ്രാൻസിനും സ്പെയിനിനുമിടയിൽ യൂറോപ്പിലെ പൈറനീസ് പർവ്വതനിരകളിൽ ഒളിച്ചിരിക്കുന്ന ഒരു കൊച്ചു രാജ്യമാണ് അൻഡോറ. വിമാനത്താവളമില്ലാത്ത രാജ്യങ്ങളിൽ ഏറ്റവും വലുത് എന്ന സ്ഥാനവും അൻഡോറയ്ക്കാണ്. ഒരു വിമാനത്താവളമില്ലാത്തതിന്റെ പ്രധാന കാരണം അവിടത്തെ ദുർഘടമായ ഭൂപ്രകൃതിയും കുത്തനെയുള്ള മലനിരകളുമാണ്. ഒരു വാണിജ്യ വിമാനത്താവളം സ്ഥാപിക്കാൻ പരന്നതും നീളമുള്ളതുമായ ഒരു റൺവേ അത്യാവശ്യമാണ്. എന്നാൽ പർവ്വതങ്ങളുടെ അഗാധമായ താഴ്വരകളിൽ അതിനുള്ള സ്ഥലം കണ്ടെത്തുക അസാധ്യമാണ്. മാത്രമല്ല, അവിടത്തെ സ്ഥിരമല്ലാത്ത കാലാവസ്ഥയും ഉയരം കൂടിയ പ്രദേശങ്ങളിലെ കുറഞ്ഞ ഓക്സിജൻ സാന്ദ്രതയും വിമാനങ്ങളുടെ ടേക്ക് ഓഫ്, ലാൻഡിംഗ് എന്നിവ അതിദുഷ്കരമാക്കും. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവള റൺവേകൾ പോലും ഇന്ന് കുന്നുകൾ ഇടിച്ചു നിരത്തിയാണ് നിർമ്മിക്കപ്പെടുന്നത്. എന്നാൽ അൻഡോറയുടെ കാര്യത്തിൽ അത്രയും വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ രാജ്യത്തിന്റെ മൊത്തം ഭൂപ്രകൃതിയെ തന്നെ തകിടം മറിക്കുന്നതും ചെലവേറിയതുമാകും. അതുകൊണ്ട് അൻഡോറയിലേക്കുള്ള യാത്രക്കാർ പ്രധാനമായും ആശ്രയിക്കുന്നത് സ്പെയിനിലെ ബാഴ്സലോണയിലോ ഫ്രാൻസിലെ ടൗലൗസിയിലോ ഉള്ള വിമാനത്താവളങ്ങളെയാണ്. അവിടെ നിന്ന് മലയിടുക്കുകളിലൂടെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന റോഡുകളിലൂടെ മണിക്കൂറുകൾ യാത്ര ചെയ്ത് വേണം ഈ ട്യൂഷി രാജ്യത്തെത്താൻ. ഇത് ഒരു കുറവായി കാണുന്നതിന് പകരം അൻഡോറയുടെ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനുള്ള ഒരു അവസരമായി വിനോദസഞ്ചാരികൾ കരുതുന്നു. ചെറിയ രാജ്യങ്ങൾ വിമാനത്താവളങ്ങൾ ഇല്ലാത്തത് സ്ഥലപരിമിതി കൊണ്ടാണോ? എല്ലായ്പ്പോഴും അങ്ങനെയല്ല. യൂറോപ്പിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളിലൊന്നായ ലിച്ചൻസ്റ്റീൻ ഇതിനൊരു ഉദാഹരണമാണ്. സ്വിറ്റ്സർലാൻഡിനും ഓസ്ട്രിയയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ആൽപൈൻ രാജ്യം ഒരു റൺവേ നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം കണ്ടെത്താൻ കഴിയാത്ത വിധം ചെറുതാണ്. കൂടാതെ ലോകോത്തര നിലവാരത്തിലുള്ള റെയിൽ റോഡ് ശൃംഖല സ്വീഡ് ഓസ്ട്രിയൻ അതിർത്തികളുമായി രാജ്യത്തെ ബന്ധിപ്പിക്കുന്നു. സൂറിച്ച് പോലുള്ള പ്രധാന നഗരങ്ങളിൽ നിന്നും മണിക്കൂറുകൾക്കുള്ളിൽ ട്രെയിൻ വഴി ഇവിടെ എത്താം. ലിച്ചൻസ്റ്റീന്റെ ശാന്തമായ ജീവിതം എന്ന തത്വവും ഇവിടെ പ്രസക്തമാണ്. വിമാനത്താവളത്തിന്റെ നിർമ്മാണവും അതിന്റെ നിരന്തരമായ പ്രവർത്തനവും ഉണ്ടാക്കുന്ന ശബ്ദമലിനീകരണവും അന്തരീക്ഷ മലിനീകരണവും അവരുടെ ജീവിത രീതിക്ക് വിഘാതമാകും. വിമാനയാത്ര ഒഴിവാക്കി പ്രകൃതിയോട് ഇഴചേർന്നുള്ള റെയിൽ യാത്രയ്ക്ക് അവർ പ്രാധാന്യം നൽകുന്നു. അതുപോലെ ലോകത്തിലെ ഏറ്റവും പഴയ റിപ്പബ്ലിക്കുകളിൽ ഒന്നായ സാൻ മാരിനോ ടൈറ്റാനോ എന്ന മലയുടെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. പർവ്വത പ്രദേശത്തിന്റെ കുത്തനെയുള്ള ചെരുവുകൾ ഒരു വിമാനത്താവളം സ്ഥാപിക്കുന്നതിന് യോജിച്ചതല്ല. എന്നാൽ സാൻ മാരിനോയുടെ അതിർത്തിയിൽ നിന്നും കഷ്ടിച്ച് 15 കിലോമീറ്റർ മാത്രം അകലെയായി ഇറ്റലിയിലെ റിമിനി വിമാനത്താവളം നിലകൊള്ളുന്നു. ഒരു വിമാനത്താവളത്തിന് വേണ്ടി സ്വന്തം പ്രകൃതിയെ മാറ്റിമറിക്കുന്നതിന് പകരം അയൽ രാജ്യത്തിന്റെ മികച്ച സൗന്ദര്യം പ്രയോജനപ്പെടുത്തുക എന്ന പ്രായോഗിക സമീപനമാണ് സാൻ മാരിനോ പിന്തുടരുന്നത്. ചില രാജ്യങ്ങളിൽ വിമാനത്താവളങ്ങൾക്ക് പകരം ഹെലികോപ്റ്റർ സർവീസുകളാണ് പ്രധാന വ്യോമയാന മാർഗം. ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള വെറും 2 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള രാജ്യമാണ് മൊണാക്കോ. ആഡംബര കപ്പലുകളും കാസിനോകളും ഉയരമുള്ള കെട്ടിടങ്ങളും നിറഞ്ഞ മൊണാക്കോയിൽ വിമാനത്താവളത്തിന് സ്ഥലം കണ്ടെത്തുക എന്നത് അക്ഷരാർത്ഥത്തിൽ അസാധ്യമാണ്. എന്നാൽ സമ്പന്നർക്ക് വേണ്ടി മൊണാക്കോ ഇതിനൊരു ബദൽ കണ്ടെത്തി: ഹെലികോപ്റ്റർ. സമീപത്തുള്ള ഫ്രഞ്ച് വിമാനത്താവളമായ നെയ്സ് കോട്ട് ഡി അസൂർ വിമാനത്താവളത്തിൽ നിന്നും 7 മിനിറ്റിനുള്ളിൽ ഹെലികോപ്റ്റർ വഴി മൊണാക്കോയിലെത്താം. ഭൂമിശാസ്ത്രപരമായ പരിമിതികളെ ധനം കൊണ്ട് മറികടക്കുന്നതിന്റെ മികച്ച ഉദാഹരണമാണിത്. ലംബമായി പറന്നുയരാനും ലാൻഡ് ചെയ്യാനുമുള്ള ഹെലികോപ്റ്ററിന്റെ ശേഷി മൊണാക്കോ പോലുള്ള ചെറിയ രാജ്യങ്ങൾക്ക് അനുഗ്രഹമാണ്. അതുപോലെ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായ വത്തിക്കാൻ സിറ്റിയിലെ ഏക വ്യോമയാന സൗകര്യം ഒരു ഹെലിപോർട്ട് മാത്രമാണ്. റോമൻ കത്തോലിക്ക സഭയുടെ ആത്മീയ കേന്ദ്രമായ ഈ നഗരം രാജ്യത്തിന്റെ പ്രധാന ആവശ്യങ്ങൾക്കായി പോപ്പിനും ഉന്നത ഉദ്യോഗസ്ഥർക്കും യാത്ര ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്.
ടൂറിസ്റ്റുകൾക്ക് ഇറ്റലിയിലെ റോമിൽ വിമാനമിറങ്ങി റോഡ് മാർഗം വത്തിക്കാനിലേക്ക് പ്രവേശിക്കാം. വത്തിക്കാൻ ഒരു മതകേന്ദ്രമായതിനാൽ വാണിജ്യ വിമാന സർവീസുകൾ ഇവിടെ അപ്രസക്തവുമാണ്. ഇതുവരെ പറഞ്ഞ രാജ്യങ്ങൾ യൂറോപ്പിലെ ചെറിയ രാജ്യങ്ങളാണ് എങ്കിൽ ശാന്തസമുദ്രത്തിലെ ദ്വീപ് സമൂഹമായ കിരിബതിയുടെ പ്രശ്നം തീർത്തും വ്യത്യസ്തമാണ്. 33 പവിഴപ്പുറ്റുകളുള്ള ഈ രാജ്യം പല ചെറിയ തുണ്ടുകളായി ചിതറിക്കിടക്കുകയാണ്. തലസ്ഥാനമായ താവരയിൽ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളം ഉണ്ടെങ്കിലും മറ്റു ദ്വീപുകളിൽ ഭൂരിഭാഗത്തും വ്യോമയാന സൗകര്യങ്ങളില്ല. ഇവിടെ ഒരു രാജ്യം ഒരു വിമാനത്താവളം എന്നല്ല, ഒരു രാജ്യം പല ദ്വീപുകൾ പരിമിതമായ സൗകര്യങ്ങൾ എന്നതാണ് യാഥാർത്ഥ്യം. റൺവേ നിർമ്മിക്കാൻ ആവശ്യമായ പരന്ന സ്ഥലമില്ലാത്ത ദ്വീപുകളിലേക്ക് ചരക്കുകൾക്കും യാത്രക്കാർക്കുമായി ബോട്ടുകളെയാണ് പൂർണ്ണമായും ആശ്രയിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം ഭീഷണിയുള്ള ഈ ദ്വീപുകൾക്ക് വിമാനത്താവളങ്ങൾ നിർമ്മിക്കുന്നതിനേക്കാൾ പ്രാധാന്യം മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനാണ്. വിമാനത്താവളങ്ങളില്ലാത്ത ഈ രാജ്യങ്ങളെ സഞ്ചാരി സൗഹൃദമില്ലാത്ത രാജ്യങ്ങളായി കണക്കാക്കണോ? ഇല്ല. ഈ രാജ്യങ്ങൾ അതിന്റെ വ്യോമയാന പരിമിതികളെ തങ്ങളുടെ അതുല്യമായ സ്വത്തമായി നിലനിർത്തുന്നു. വിമാനത്താവളങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ ഈ രാജ്യങ്ങൾ അമിതമായ ആഗോളവൽക്കരണത്തിൽ നിന്നും തിരക്കുകളിൽ നിന്നും ഒരു പരിധിവരെ മുക്തമാകുന്നു. ഇത് അവിടത്തെ പരമ്പരാഗതമായ ജീവിത രീതികളെയും സാംസ്കാരിക തനിമയെയും സംരക്ഷിക്കാൻ സഹായിക്കുന്നു. ഈ രാജ്യങ്ങളിലേക്കുള്ള യാത്ര റോഡ്, ട്രെയിൻ, ബോട്ട് മാർഗമായതിനാൽ യാത്രികർക്ക് യാത്രയെ കൂടുതൽ ആസ്വദിക്കാനും പ്രകൃതിയുമായി കൂടുതൽ അടുക്കാനും സാധിക്കുന്നു. ഇത് എലൈറ്റ് ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. വിമാനത്താവളങ്ങൾ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക ആഘാതങ്ങളിൽ നിന്നും ഈ രാജ്യങ്ങൾ മുക്തമാണ്. വിമാനത്താവളങ്ങളില്ലാത്ത ഈ കൊച്ചു രാജ്യങ്ങൾ ലോകത്തിന് നൽകുന്ന സന്ദേശം വ്യക്തമാണ്. സാങ്കേതിക വിദ്യ എത്ര വളർന്നാലും ഭൂമിയുടെ ചില നിയമങ്ങളെ നാം അംഗീകരിച്ചേ മതിയാകൂ. വേഗത്തിൽ പറന്നെത്തുന്നതിന് പകരം പതുക്കെ സഞ്ചരിച്ച് ഭൂമിയുടെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള ഒരു ക്ഷണമാണ് ഈ രാജ്യങ്ങൾ യാത്രക്കാർക്ക് നൽകുന്നത്. ആൻഡോറ, ലിച്ചൻസ്റ്റീൻ, മൊണാക്കോ, സാൻ മാരിനോ, വത്തിക്കാൻ സിറ്റി, കരിബതി എന്നീ രാജ്യങ്ങൾ തങ്ങളുടെ വ്യോമയാന പരിമിതികളെ അതിജീവിച്ച് തനതായ സൗന്ദര്യത്താലും സ്വത്വത്താലും ലോക ഭൂപടത്തിൽ തലയുയർത്തി നിൽക്കുന്നു. ഭൂമിശാസ്ത്രപരമായ പരിമിതികളെ വെല്ലുവിളിക്കുന്നതിന് പകരം അതിനോട് പൊരുത്തപ്പെട്ട് മുന്നോട്ടു പോകുന്ന ഈ രാജ്യങ്ങൾ ആധുനിക ലോകത്ത് വേഗതയേക്കാൾ അതിജീവനത്തിനും തനിമയ്ക്കും പ്രാധാന്യം നൽകേണ്ടതിന്റെ പ്രാധാന്യം അടിവരയിടുന്നു. വിമാനത്താവളമില്ലാത്ത രാജ്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ മാത്രം അംഗീകരിക്കപ്പെട്ട ചില പ്രദേശങ്ങളെക്കുറിച്ചുള്ള വസ്തുതകളും ശ്രദ്ധേയമാണ്. രാഷ്ട്രീയ സംഘർഷങ്ങളും അതിർത്തി തർക്കങ്ങളും കാരണം ഈ രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങൾ പ്രവർത്തനരഹിതമാകുകയോ അല്ലെങ്കിൽ പേരിന് മാത്രം നിലനിൽക്കുകയോ ചെയ്യുന്നു. അങ്ങനെ ഒരു രാജ്യമാണ് പാലസ്തീൻ. അന്താരാഷ്ട്ര സമൂഹം രാജ്യം എന്ന് അംഗീകരിക്കുന്ന പാലസ്തീനിൽ 4 വിമാനത്താവളങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ നിലവിലെ രാഷ്ട്രീയ സൈനിക സാഹചര്യങ്ങൾ കാരണം 2004 മുതൽ ഇവയൊന്നും പ്രവർത്തനക്ഷമമല്ല. ഗാസയിലെ യാസർ അറാഫത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം പോലുള്ളവ മുൻപ് പ്രവർത്തിച്ചിരുന്നുവെങ്കിലും നിലവിലെ സംഘർഷങ്ങൾ കാരണം ഇവിടെ വിമാന സർവീസുകൾ നടത്താൻ സാധിക്കാത്ത അവസ്ഥയാണ്. പാലസ്തീനിലേക്കുള്ള യാത്രകൾ പ്രധാനമായും അയൽ രാജ്യങ്ങളിലെ വിമാനത്താവളങ്ങൾ വഴിയും തുടർന്ന് കരമാർഗവുമാണ്. അടുത്തത് സഹ്റാവി അറബ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണ്. പശ്ചിമ സറാഹ എന്ന തർക്കപ്രദേശത്തിന്റെ ഭാഗമാണിത്. ഇവിടെ നിരവധി വിമാനത്താവളങ്ങൾ ഉണ്ടെങ്കിലും അവയിൽ ഭൂരിഭാഗവും മൊറോക്കോയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിലാണ് സ്ഥിതി ചെയ്യുന്നത്. SADRന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ ഡിഫാരിറ്റിക്കടുത്ത് ഒരു മൺപാത മാത്രമാണ് പേരിന് പോലും വിമാനമിറക്കാൻ സൗകര്യമായിട്ടുള്ളത്. രാഷ്ട്രീയ അതിർത്തികളാണ് ഇവിടെ വ്യോമഗതാഗതത്തിന്റെ വികസനത്തിന് തടസ്സം നിൽക്കുന്നത്. അടുത്തത് ട്രാൻസ്നിസ്ട്രിയയാണ്. അന്താരാഷ്ട്ര സമൂഹം മോൾഡോവയുടെ ഭാഗമായി കണക്കാക്കുന്ന ട്രാൻസ്നിസ്ട്രിയയിൽ തലസ്ഥാനമായ ടിരാസ്പോൾ വിമാനത്താവളം നിലവിലുണ്ട്. എന്നാൽ ഈ വിമാനത്താവളത്തിൽ ക്രമമായുള്ള വാണിജ്യ വിമാന സർവീസുകൾ നിലവിലില്ല. രാഷ്ട്രീയപരമായ അംഗീകാരമില്ലായ്മയും സുരക്ഷാ ആശങ്കകളുമാണ് ഇതിന്റെ പ്രധാന കാരണം. അടുത്തത് ദക്ഷിണ ഒസേഷ്യയാണ്. വികസനമില്ലാത്ത രാജ്യമാണിത്. ജോർജിയൻ പ്രദേശമായി കണക്കാക്കപ്പെടുന്ന ദക്ഷിണ ഓസ്റ്റേഷ്യൻ കാര്യമായ വ്യോമയാന സൗകര്യങ്ങളോ വിമാനത്താവളങ്ങളോ ഇല്ലാത്ത പ്രദേശമാണ്. ഇവിടേക്കുള്ള യാത്രാമാർഗങ്ങൾ പൂർണ്ണമായും കരമാർഗം മാത്രമാണ്. ഈ രാജ്യങ്ങളുടെ കാര്യത്തിൽ ഭൂമിശാസ്ത്രപരമായ തടസ്സങ്ങളേക്കാൾ രാഷ്ട്രീയ അസ്ഥിരതയും അന്താരാഷ്ട്ര നിയമപരമായ അംഗീകാരമില്ലായ്മയുമാണ് വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തിന് പ്രധാന വെല്ലുവിളിയാകുന്നത്.